പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നമുക്ക് നന്ദി അർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ കർത്താവ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കർത്താവ്, ആ കർത്താവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പലപ്പോഴും പൂർവികർ പറഞ്ഞതനുസരിച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു കർത്താവിനെ മാത്രമായിരുന്നു അതുവരെ യഹൂദ ജനത്തിന് പരിചയമുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്, നിങ്ങൾക്ക് വേണ്ടി കരുതലുള്ളവരാണ് നിങ്ങളുടെ പിതാവെന്ന് വെളിപ്പെടുത്തിയതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. തൻ്റെ ജീവിതത്തിലുടനീളം ആ പിതാവിൻ്റെ സ്നേഹമാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത്. തൻ്റെ ജീവിതത്തിലൂടെ ഓരോ നിമിഷവും ആ പിതാവിൻ്റെ സ്നേഹം അവിടുന്ന് വിളിച്ചു പറഞ്ഞു. തൻ്റെ കൂടെ നടക്കുന്നവർക്ക് ആ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ആ പിതാവിൻ്റെ കരുതൽ അവർക്കെന്നും അനുഭവിക്കുവാൻ ഇടവരുത്തി. അങ്ങനെ ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിലൂടെ ആ പിതാവിനെ മറ്റുള്ളവർക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്തു. ഇന്ന് ഈ കൃപയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, മൂകനായ ഒരു ആത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഒരു പിതാവ് ഒത്തിരിയേറെ ആഗ്രഹവുമായി യേശുവിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചു. അവരുടെ അടുക്കലേക്ക് ആ ബാലനെ കൊണ്ടുവരുമ്പോൾ ആ പിതാവിന് ഉറപ്പുണ്ടായിരുന്നു, ഇന്നെങ്കിലും എൻ്റെ കുഞ്ഞിന് ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാം, ഇന്നെങ്കിലും എൻ്റെ കുഞ്ഞിന് സ്വസ്ഥമായി നടക്കാൻ സാധിക്കും. പല വിധത്തിലും അവനെ ബാധിച്ച ആത്മാവ് അവനെ ദ്രോഹിക്കുന്നുണ്ട്. പലപ്പോഴും എടുത്ത് നിലത്തേക്ക് എറിയുന്നു. നുരയും പതയുമെല്ലാം അവൻ്റെ വായിൽ നിന്ന് വരുന്നു. ആകെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തൻ്റെ മകൻ കടന്നു പോകുന്നത്. അതിൽ നിന്നെല്ലാം പൂർണ്ണമായ ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ആ പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചു. ആ പിതാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് കാണുക. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ആ പിതാവ് അവരുമായി തർക്കിക്കുകയാണ്. ഈ തർക്കമെല്ലാം കണ്ടുകൊണ്ടാണ് യേശു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ എന്താണ് നിങ്ങൾ തർക്കിക്കുന്നത് എന്ന് യേശു ചോദിക്കുമ്പോൾ ആ പിതാവ് വളരെ സങ്കടപൂർവ്വം തൻ്റെ അവസ്ഥ യേശുവിൻ്റെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒത്തിരിയേറെ ദേഷ്യത്തോടെ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുന്ന ഒരു കാര്യം ഇതാണ്: വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യമാണ് ഈ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞത് എന്ന് യേശുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. പാതി മനസ്സോടെ നമ്മൾ ഇത് പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്കൊന്നും നേടുവാൻ സാധിക്കില്ല. എന്നാൽ വിശ്വാസത്തോടെ, പൂർണ്ണമായ ആശ്രയബോധത്തോടെ നമ്മൾ ഏത് കാര്യത്തിലും ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് ദേഷ്യപ്പെടുന്ന ആ കർത്താവ് ആ പിതാവിൻ്റെ
ആഗ്രഹപ്രകാരം ആ മകനെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. അതിനു മുമ്പ് പിതാവ് യേശുവിനോട് പറയുന്നു, നിനക്കെങ്കിലും അതിന് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ആ ഒരു വചനവും യേശുവിനെ ഒത്തിരി ദേഷ്യം പിടിപ്പിച്ച ഒന്നാണ്. കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്ന് യേശു അവിടെ പറയുമ്പോൾ ആ പിതാവ് അവിടെ വെച്ച് തന്നെ തൻ്റെ തെറ്റ് തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് നീ എനിക്ക് ഇത് ചെയ്തു തരണം എന്ന് അപേക്ഷിക്കുന്ന ആ പിതാവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അത് പരിഹരിക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും യേശുവിൻ്റെ മുമ്പിൽ വിശ്വാസമില്ലാതെ കടന്നു വരുന്നവർക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ല. അതേസമയം ഏത് കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും യേശുവിൻ്റെ മുമ്പിൽ വിശ്വാസപൂർവ്വം കടന്നു വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ അവർ ആഗ്രഹിച്ചതുപോലെ സുഖം പ്രാപിച്ച് തിരികെ പോയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആ പിതാവ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ അവിശ്വാസം പരിഹരിച്ച് നീ എന്നെ സഹായിക്കണമേ. ആ പിതാവിൻ്റെ അപേക്ഷ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഉള്ള ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ആ മകനെ സുഖപ്പെടുത്തുന്ന കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. ഇതിനെല്ലാം ശേഷം ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാതെ പോയത്? കാരണം ഒത്തിരിയേറെ ചമ്മല് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. മറ്റു ജനങ്ങളുടെ മുമ്പിലെല്ലാം അവർ പരാജയപ്പെട്ടു പോയ ഒരു നിമിഷം. എന്നിട്ട് അവിടെ കൂടിയിരുന്ന നിയമജന് പോലും അവരോട് തർക്കിച്ചു. ഇതെല്ലാം അവരുടെ മനസ്സിനെ തളർത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ജനക്കൂട്ടം പിരിഞ്ഞു പോയപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ കടന്നു വന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സാധിക്കാതെ പോയത്? അവിടെ യേശു പറയുന്ന മറുപടി പ്രിയമുള്ളവരെ ഇപ്രകാരമാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അവിടെ യേശു വളരെ പ്രധാനമായി എടുത്തു കാണിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കലാണ്. മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഉരുവിട്ട് കടന്നു പോകുന്നതില്ല, മറിച്ച് എൻ്റെ പിതാവായ ദൈവവുമായി ഒരു ഗാഢബന്ധത്തിൽ ഏർപ്പെടുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഏതവസ്ഥയിലും പിതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പിതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തോടെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ എനിക്ക് സാധിക്കണം. ഒരു സുഹൃത്തിനോട് എന്ന പോലെ എൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുമ്പോൾ കർത്താവ് നൽകുന്ന ഉത്തരങ്ങൾ കേൾക്കുവാനും ഞാൻ സമയം കണ്ടെത്തണം. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വ്യക്തി മാത്രം സംസാരിച്ചാൽ അത് പൂർണ്ണമാകുന്നില്ല. ഇപ്പുറത്തും അപ്പുറത്തുമുള്ള വ്യക്തികൾ പരസ്പരം സംസാരിക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയും അതുതന്നെയാകണം. ഞാൻ മാത്രം സംസാരിച്ചാൽ പോരാ. എൻ്റെ പിതാവിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് അത് തിരിച്ചറിയുവാനും അതിനുവേണ്ട സമയം കൊടുക്കുവാനും നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഫലം തരികയുള്ളൂ. ഇവിടെ മൂകനായ ആത്മാവ് ബാധിച്ച ആ ബാലനെ സുഖപ്പെടുത്താൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണംകെട്ടു പോയ വിഷമത്തിലാണ് ആ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, എന്തുകൊണ്ടാണ് ഗുരു ഞങ്ങൾക്കിത് സാധിക്കാതെ പോയത്? ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന്. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ആ പിതാവ് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് ഉടനെ തന്നെ കഴിയുമെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അതടുത്തു നിന്ന് കേട്ടവരാണ് ഈ ശിഷ്യന്മാർ. അവിടെ ആ പിതാവിൻ്റെ വിശ്വാസരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന കർത്താവിനെ അവർ കണ്ടതാണ്.
അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം തങ്ങളുടെ ജീവിതത്തിലും ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവില്ലേ എന്ന്. ആ ഒരു വിശ്വാസക്കുറവോടുകൂടിയല്ലേ തങ്ങൾ ആ ബാലനെ സുഖപ്പെടുത്താൻ ശ്രമിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച അവർ പോയ നിമിഷങ്ങളിൽ അവർക്കെല്ലാം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരായി കർത്താവ് തൻ്റെ ദൗത്യം ഏൽപ്പിച്ച് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അതിനുശേഷം വളരെ ആവേശപൂർവ്വം കടന്നു വന്ന് തങ്ങളുടെ കരങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിനെക്കുറിച്ച് വളരെ വാചാലരാകുന്ന ശിഷ്യന്മാരെയും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അന്ന് അവർക്കതെല്ലാം ചെയ്യാൻ സാധിച്ചത് എന്താണ്? തങ്ങളുടെ ഗുരു നൽകിയ അധികാരം തങ്ങളുടെ മേൽ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. ആ ഒരു വിശ്വാസപൂർവം അവർ ചെന്നപ്പോൾ അവർക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചു. അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന രോഗികളെ സുഖപ്പെടുത്താൻ സാധിച്ചു, പിശാചുകളെ പുറത്താക്കുവാൻ സാധിച്ചു, പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിച്ചു. അതെല്ലാം കർത്താവ് അവർക്ക് നൽകിയ അധികാരങ്ങളായിരുന്നു. ഈ രണ്ടുപേരായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് ആ ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയക്കുമ്പോൾ യേശുവിന് ഉറപ്പായിരുന്നു ഇതൊരു വിജയത്തിലേക്കുള്ള തുടക്കം മാത്രമാണെന്ന്. പ്രിയമുള്ളവരെ, അവിടെ പൂർണ്ണമായി വിജയിക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് കാണുക. എന്നാൽ പിന്നീട് അവരുടെ ജീവിതയാത്രയിൽ വീണ്ടും വീണ്ടും ആ ഒരു വിശ്വാസം അവർക്ക് നഷ്ടമായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ നിമിഷം പരാജയപ്പെടുമ്പോഴും കർത്താവ് അവരെ ചേർത്ത് പിടിച്ചു. ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ കർത്താവ് അവരോട് ദേഷ്യത്തോടെ പറയുന്ന ഒരു കാര്യം, വിശ്വാസമില്ലാത്ത തലമുറ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. ക്ഷമിക്കുക എന്നതും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. യേശുവിന് വലിയൊരു പ്രതീക്ഷയുണ്ട് ഈ ശിഷ്യന്മാരിൽ. തൻ്റെ കൂടെ നടക്കുമ്പോൾ അവർ തന്നിൽ നിന്ന് എല്ലാം പഠിച്ചെടുക്കും. താൻ പറയാതെ തന്നെ തൻ്റെ മനസ്സ് അവർ മനസ്സിലാക്കും. താൻ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഇരു കരങ്ങളും നീട്ടി അവർ സ്വീകരിക്കും. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. എന്നാൽ തൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ സാധിക്കാതെ അവർ പരാജയപ്പെട്ടു പോകുമ്പോൾ അവരെ ഉപേക്ഷിക്കുകയല്ല കർത്താവ് ചെയ്തത്. അവരോട് പൂർണ്ണമായി ക്ഷമിച്ച് വീണ്ടും ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും അത് മനസ്സിലാക്കാതെ ശിഷ്യന്മാർ വീണ്ടും ഇതുപോലെ പ്രവർത്തിച്ചപ്പോഴാണ് കർത്താവ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? പ്രിയമുള്ളവരെ, ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും കർത്താവ് അവരെ ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും അവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ തീർച്ചയായും നമ്മളിലൂടെയും കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസമാണ് യേശുവിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. താൻ പഠിപ്പിച്ചതെല്ലാം തൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അവിടത്തേക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരുമ്പോഴാണ്. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ തീർച്ചയായും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന ബോധ്യത്തിൽ ഈ നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേക നന്ദി അർപ്പിക്കാം. തുടർന്നും കർത്താവിൻ്റെ സന്നിധി വിശ്വാസപൂർവ്വം കടന്നു ചെല്ലുവാനും പ്രാർത്ഥനയോടെ കർത്താവിൽ ഒന്നായി ചേരുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നിരന്തരം കർത്താവുമായി ഒരു ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ കർത്താവ് സ്വീകരിക്കുകയും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടെ ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പ്രാർത്ഥന